അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന 8ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ വിട്ട ഭാഗത്തേക്കുള്ള ഉത്തരങ്ങൾ ഇവിടെ കോളത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് യോജിച്ചവ ഏതാണോ അതെടുത്ത് എഴുതുക. ചോദ്യം 1, യാ സ്വദീഖി ഇർക്കബ് മഅന ഫിസ്സയ്യാറ. ഇവിടെ ഇർക്കബ് എന്നാണ് യോജിച്ചത്, അതെടുത്തെഴുതുക. ചോദ്യം 2, അൽ അബു വൽ ഉമ്മു ലിയഉമുറ ഔലാദഹുമാ ബിസ്സലാത്തി. ചോദ്യം 3, ഖാലൽ ഉസ്താദു ലിത്തിലാമിദത്തി ഉക്തുബൂ ദുറൂസക്കും. ചോദ്യം 3, ഖാലൽ ഉസ്താദു ലിത്തിലാമിദത്തി ഉക്തുബൂ ദുറൂസക്കും. ചോദ്യം 4, ഖുൽതു ലി അബവയ്യ ഇശ്റബാ ഹാദിഹിൽ അസീദ. ചോദ്യം 5, അൽ അഖവാനി ലൻ യശ്തിമാ അഹദൻ. ചോദ്യം 6, അൽ മുഅ്മിനൂന ലൻ യദ്ലിമൂ. ചോദ്യം 7, അൽ ബിൻതാനി ലം തൽഅബാ ബികുറത്തിൻ ഖത്തു. ചോദ്യം 8, അൽ ബിൻതാനി കസഹത ഫിനാ അൽ ബൈത്തി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അൽ ഹർഫു ലഫ്ലുൻ ലൈസ ലഹു മഅനൻ ഇല്ലാ മഅ ഗൈരിഹി. ചോദ്യം 2, ഇദാ ദുകിറൽ ഫായിലു മഅൽ ഫിഅലി യുസമ്മാ മഅറൂഫൻ. ചോദ്യം 3, അൽ മൻഫിയു ഫിഅലുൻ യദുല്ലു അലാ അദമി വുഖൂഇൽ ഫിഅലി. ചോദ്യം 4, യകൂനുൽ മാളി അൽ മഅറൂഫു മൻഫിയൻ ബിദുഖൂലി മാ ഫി അവ്വലിഹി. ചോദ്യം 5, യുജ്അലുൽ മാളിയ അൽ മജ്ഹൂലു അൽ മുസ്ബത്തു മൻഫിയൻ ബിസിയാദത്തി മാ ഫി അവ്വലിഹി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉക്തുബ് അൽഫാദൽ അഫ്ആലി അൽ ആത്തിയ. താഴെ കൊടുത്ത ഫിഅലുകൾക്കുള്ള ലഫ്ലുകൾ എഴുതുക എന്നതാണ്. ചോദ്യം 1, ലം അഖ്തുൽ, അതിൻ്റെ ലഫ്ല് എഴുതാം. അൽ മുതകല്ലിമുൽ വാഹിദു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫി അൽ മൻഫിയി ബിലം. ചോദ്യം 2, ലൻ യദ്ലിമ, അതിൻ്റെ അൽഫാദ് ഇങ്ങനെയാണ്. അൽ മുദക്കറുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മൻഫിയി ബിലൻ. ചോദ്യം 3, ഇഫ്അൽന, ജംഉൽ മുഅന്നസി മിനൽ അംരിൽ ഹാദിരി. ചോദ്യം 4, ലിയഫ്അൽ, അൽ മുദക്കറുൽ വാഹിദു മിനൽ അംരിൽ ഗായിബി. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം സ്വരിഫ്, സർഫാക്കാൻ വേണ്ടിയുള്ളതാണ്. സർഫാക്കുന്ന ചില പദങ്ങൾ മാത്രം നൽകിയിട്ടുണ്ട്, ബാക്കിയുള്ളവ പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1, ലിയുൻഫിഖ്, അതിൻ്റെ സർഫിൻ്റെ രൂപം ലിയുൻഫിഖ് ലിയുൻഫിഖ ലിയുൻഫിഖു ലിതുൻഫിഖ് ലിതുൻഫിഖ ലിയുൻഫിഖ്ന. ചോദ്യം 2, ലൻ യശ്തിമ, ലൻ യശ്തിമ ലൻ യശ്തിമ ലൻ യശ്തിമു ലൻ തശ്തിമ ലൻ തശ്തിമ ലൻ യശ്തിംന. 3, ഉഖ്തുൽ, ഉഖ്തുൽ ഉഖ്തുല ഉഖ്തുലു ഉഖ്തുലി ഉഖ്തുല ഉഖ്തുൽന. ചോദ്യം 4, ലം യുഖ്ലഅ, ലം യുഖ്ലഅ ലം യുഖ്ലഅ ലം യുഖ്ലഅു ലം തുഖ്ലഅ ലം തുഖ്ലഅ ലം യുഖ്ലഅന. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്.
ചോദ്യം 1. ഇദാ ദഖല ലൻ അലൽ മുളാരിഇ മാദാ യുഹ്ദഫു മിൻഹു. മുളാരിയുടെ മേൽ ലൻ പ്രവേശിച്ചാൽ എന്താണ് കളയപ്പെടുന്നത്? ഉത്തരം നൂനു തസ്നിയത്തി വൽ ജംഇൽ മുദക്കരി വൽ മുഖാത്തബ. തസ്നിയയുടെയും ജമ്മു മുദക്കറിൻ്റെയും മുഖാത്തബിൻ്റെയും നൂനുകളെ കളയുന്നതാണ്. ചോദ്യം 2. യുഅഖദുൽ അംറുൽ ഹാലിറു മിമ്മ. അംർ ഹാലിറിനെ എടുക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം മിനൽ മുളാരിഇൽ ഹാലിരി. മുളാരി ഹാലിറിൽ നിന്നാണ്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ചോദ്യം യുബനൽ അംറുൽ ഗൈബു മിമ്മ. അംർ ഗൈബിനെ എടുക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? ഉത്തരം യുബ്ന അംറു ഗായിബുൻ മിനൽ മുളാരിഇൽ ഗായിബി. അദ്ഖിൽ അവലിൽ മുളാരിഇൽ ഗായിബി ലാമൻ മക്സൂറത്തൻ വസക്കിൻ ആഖിറൽ ഫിഅലിൽ വാഹിദി. അംർ ഗായിബിനെ മുളാരി ഗായിബിൽ നിന്നാണ് എടുക്കപ്പെടുന്നത്. മുളാരി ഗായിബിൻ്റെ ആദ്യത്തിൽ കസ്റാക്കപ്പെട്ട ലാമിനെ ചേർക്കുകയും അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും വേണം. അഥവാ വഹദാനിൻ്റെ അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും വേണം. ചോദ്യം 4. ലുമ്മ ഹംസത്തുൽ വസ്ലി ഫിൽ അംരിൽ ഹാലിരി മത്ത. ഹംസത്തുൽ വസ്ലിന് അംർ ഹാലിറിൽ ലമ്മ് ചെയ്യപ്പെടും. അത് എപ്പോഴാണ്? ഉത്തരം ഇൻകാന മാ ഖബലൽ ആഖിരി മദ്മൂമൻ. അവസാനത്തിന് മുമ്പുള്ളതിന് ലമ്മ് ആണെങ്കിൽ. ചോദ്യം 5. കൈഫ യുജഅലുൽ മുളാരിഉ അൽ മഅറൂഫു മജ്ഹൂലൻ. മുളാരി മഅറൂഫിനെ മജ്ഹൂലാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ബിളമ്മി അലാമത്തിൽ ഇസ്തിഖ്ബാലി വഫതഹി മാ ഖബലൽ ആഖിരി. അവസാനത്തതിന് മുമ്പുള്ളതിന് ഫത്ഹ് ചെയ്യുകയും മുസ്തഖ്ബിലിൻ്റെ അടയാളം അഥവാ നൂന്, യാ, വാവ്, മീമ്, ഹംസ് ഇങ്ങനെയുള്ള 4 അക്ഷരങ്ങൾക്ക് അഥവാ ഇസ്തിഖ്ബാലിൻ്റെ അടയാളത്തിന് ലമ്മ് ചെയ്യുകയും ചെയ്യുക. യാ, നൂന്, താ, അലിഫ് ഈ അക്ഷരങ്ങൾക്ക് ലമ്മ് ചെയ്യണം. അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹ് ചെയ്യണം. അപ്പോഴാണ് ഒരു മുളാരിയായ മഅറൂഫിനെ മജ്ഹൂലാക്കാൻ കഴിയുന്നത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ്. ചോദ്യം 1. ലം നൽബസ് ലിബ്സതൻ തുഖാലിഫു സിയ്യൽ ഇസ്ലാം. ഇതിൻ്റെ അർത്ഥം ഇസ്ലാമിക വേഷത്തിന് വിരുദ്ധമായ വേഷം ഞങ്ങൾ ധരിച്ചിട്ടില്ല. ചോദ്യം 2. അൽ മൗതു ഇന്തിഖാലുൻ മിനദ്ദുന്യ അൽ ഫാനിയത്തി ഇലൽ ആഖിറത്തിൽ ബാഖിയ. ഇതിൻ്റെ അർത്ഥം മരണം എന്നുള്ളത് നശ്വരമായ ഐഹിക ലോകത്തു നിന്നും ശാശ്വതമായ പാരത്രിക ലോകത്തേക്ക് നീങ്ങലാണ്. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ്. അൽ ഫിഅലുൽ മുളാരിഉ ഫിഅലുൻ യദുല്ലു അലാ വഖൂഇ അംരിൻ ഫി സമാനിൽ മുസ്തഖ്ബിലി അവിൽ ഹാലിരി. പാഠഭാഗങ്ങൾക്ക് നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.